Data structure programming lab for complementary papers. Dear students, today we will discuss about the program implementation of stack using array. Stack in the concept എന്താ നമുക്കറിയില്ലേ? അത് array ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്റ്റാക്കിനെ റെപ്രസെന്റ് ചെയ്യാം, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഡാറ്റ സ്ട്രക്ചറിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് സ്റ്റാക്ക് എന്നുള്ളത് നോക്കാം. ഇതാണ് സ്റ്റാക്കിന്റെ കൺസെപ്റ്റ്. സ്റ്റാക്ക് ആസ് ആൻ array. ഇതാണ് ഒരു സിമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റാക്ക്. ഈ സ്റ്റാക്കിനെ ഒരു array ആക്കി മാറ്റിയാണ്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതൊരു array സ്റ്റാക്ക് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റാൻഡ് ചെയ്ത് വെക്കും അല്ലെ, ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ കുത്തുന്ന വെക്കാറുണ്ട്. ഇതൊന്ന് കിടത്തി വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് ലേ ചെയ്യാം. ഓക്കെ, ആ കിടത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും അറേയുടെ ഇൻഡെക്സ് 0 വരും അല്ലെ. 0 1 2 3 4 5 0 to 5 6 വാല്യൂസ് ഉണ്ടാവും. 12 ഇതാണ് 0th പൊസിഷൻ, 8 ആയിരുന്നു 1 പൊസിഷൻ ഉണ്ടായിരുന്നു, ഇതേ രൂപത്തിൽ ഉണ്ടായിരുന്നു. ഇതൊരു അറേ റെപ്രസെന്റേഷൻ ആയിട്ട് വരും ആണോ, ഈ രൂപത്തിലെ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ സോഴ്സ് കോഡ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് സോഴ്സ് കോഡ് വരുന്നത് നോക്കാം. എങ്ങനെയാണ് ഒരു സ്റ്റാക്കിനെ അറേ ഇംപ്ലിമെന്റേഷൻ അറേ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. സോഴ്സ് കോഡ് നോക്കിയേ. ഹാഷിംഗ് കോഡ് stdio.h, ഹാഷിംഗ് കോഡ് conio.h, ഇൻഡ് ഐറ്റം s of 4 വാല്യൂസ് ആണ് ഇവിടെ പറയുന്നത്. മാക്സിമം അറേ ഉപയോഗിക്കുന്ന 4 ആണ്. ടോപ്പ് -1 മാക്സ് is equal to 4, മാക്സിമം വാല്യൂ 4. ഇവിടെ സ്റ്റാക്കിലെ ഓപ്പറേഷൻ നോക്കി, നമുക്ക് പുഷ് ചെയ്യണം അല്ലെ, ഡാറ്റ ഇൻസെർട്ട് ചെയ്യണം, പോപ്പ് ചെയ്യണം, അതായത് ഡിലീറ്റ് ചെയ്യണം, അതുപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണം. അപ്പൊ 3 ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പുഷ്, പോപ്പ്, ഡിസ്പ്ലേ. ദെൻ മെയിൻ പ്രോഗ്രാം നോക്കിയേ, ഇൻഡ് ഓപ്ഷൻ. നമുക്ക് ഇവിടെ ഏതാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നില്ലേ, അതുകൊണ്ട് സ്വിച്ച് കേസിൽ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ, ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻ ആണ് ഒരു വേരിയബിൾ കൊടുത്തത്. എന്റർ യുവർ ഓപ്ഷൻ, ഏത് ഓപ്ഷനാണ് വേണ്ടത്, 1 for പുഷ്, 2 for പോപ്പ്, 3 ഡിസ്പ്ലേ, 4 എക്സിറ്റ്. ആ ഓപ്ഷൻസ് റീഡ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ 1 ആയിരിക്കും, നമ്മൾ പുഷ് ചെയ്യേണ്ടത്, ഡാറ്റ ഇൻസേർട്ട് ചെയ്യണല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇത് നോക്കാം സ്വിച്ച് കേസ്. സ്വിച്ച് കേസിൽ 1 പറയുന്നത് ഒരു പുഷ് ചെയ്യണം, പുഷ് ഓപ്പറേഷൻ 1. ദെൻ സെക്കൻഡ് പറയുന്നത് ഐറ്റം പോപ്പ്, ഏത് ഐറ്റം ആണ് പോപ്പ് ചെയ്യേണ്ട ഐറ്റം, ആ ഒരു കൺസെപ്റ്റ്. അതുപോലെ ഡിസ്പ്ലേ, ആ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ്. ദെൻ എക്സിറ്റ്. ഈ 4 ഓപ്ഷൻസും അല്ലെങ്കിലോ ഇൻവാലിഡ് ഓപ്ഷൻ. ദെൻ ഇവിടെ വൈൽ ലൂപ്പിൽ പ്രത്യേകം പറയാം, ഡു വൈലാ യൂസ് ചെയ്യുന്നത്. കാരണം മെനു റെപ്രസെന്റ് ചെയ്യുമ്പോൾ വൈൽ ലൂപ്പിൽ നമ്മൾ ഡു വൈലാ യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ 4 അല്ലാത്ത കേസിലെല്ലാം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. ഓപ്ഷൻ 4 വന്നാൽ മാത്രമേ ബ്രേക്ക് ചെയ്ത് എക്സിറ്റ് ആയിരിക്കാൻ പാടുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. 4 കേസ് അല്ലാതെ വരുന്ന ബാക്കി എല്ലാ ഓപ്ഷൻസിലും ഇത് ഈ ഒരു മെനു വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ദെൻ ഫസ്റ്റ് ഓപ്പറേഷൻ നോക്കാം, പുഷ് ഓപ്പറേഷൻ. ടോപ്പ് is equal to മാക്സ് -1. ടോപ്പില് ഒരു ഓപ്ഷൻ വിചാരിക്കുക, ടോപ്പ് is equal to മാക്സ് -1. മാക്സിമം വാല്യൂ 4 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ 4 ടോപ്പ് is equal to 4 -1 എന്നൊരു കേസ് വരികയാണെങ്കിൽ അപ്പൊ എന്തായിരിക്കും, ഓവർഫ്ലോ. കാരണം ഇവിടെ ഡാറ്റ പുഷ് ചെയ്യാനല്ല, മാക്സിമം സൈസ് നമ്മൾ 4 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ വലിയ ഒരു വാല്യൂ 5 വാല്യൂസ് ടൈപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അഞ്ചാമത്തെ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, അതിൽ മെമ്മറി സൈസ് ഉണ്ടോ നോക്കണ്ടേ, ഇത് എത്ര സൈസ് ഉണ്ടോ നോക്കിയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ സൈസ് ഇല്ല, മാക്സിമം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 5th വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് ഓവർഫ്ലോ കാണിക്കും. അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഓവർഫ്ലോ ആണ്. ഇനി ഡാറ്റ ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല, മെമ്മറി സ്പേസ് ഇല്ല, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓവർഫ്ലോ. അതായത് ടോപ്പ് is equal to മാക്സ് -1. മാക്സിമം വാല്യൂ 4 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 0 to 3, അതാണ് 3 വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാക്സ് -1 കൊടുത്തത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ റിട്ടേൺ ചെയ്യണം, ഓവർഫ്ലോ ആണ്, മെമ്മറി ഇല്ല. ദെൻ അതിൽ മെമ്മറി സ്പേസ് ഉണ്ട്, ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണം. 4 ആണ് മാക്സിമം വാല്യൂ എൻ്റർ ചെയ്യാനുള്ള കേസ് തന്നെ വിചാരിക്കുക. നമുക്ക് 3rd വാല്യൂ ഇൻസെർട്ട് ചെയ്യാൻ പോകുന്നത്, ആ ഒരു കേസിലൊക്കെ എന്ത് ചെയ്യും, ഇത് ഈ ഒരു എക്സിക്യൂഷൻ ഇവിടെ വർക്ക് ചെയ്യും. എൻ്റർ ദ ഐറ്റം എൻ്റർ ചെയ്യാൻ പറയും. ഐറ്റം എന്നുള്ളൊരു %d, ആ ഐറ്റം എന്നുള്ള വേരിയബിൾക്ക് അത് അസൈൻ ചെയ്ത് വെക്കും. ഇനി അസൈൻ ചെയ്യുമ്പോൾ എന്ത് വേണം, ലാസ്റ്റ് വാല്യൂ ഇൻസെർട്ട് ചെയ്തല്ലേ, അറേയുടെ മുകളിലാകുമ്പോൾ എന്തായാലും ടോപ്പ് എന്നുള്ള കൺസെപ്റ്റ് വരിക അല്ലെ. ടോപ്പ് is equal to ടോപ്പ് +1. ടോപ്പ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. 0 to 3 ആയിരുന്നു, 0 to 4 എന്നുള്ള കേസാണ് 5 വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കേസിലാവുമ്പോൾ ഒരു വാല്യൂ 3rd ലൊക്കേഷനിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും പൊസിഷൻ ഉണ്ടാവുക. ടോപ്പ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, ദാറ്റ് ഈസ് 2ൽ ഇത് 3 ആയിട്ട് മാറും. അപ്പൊ അതിന്റെ വാല്യൂ ഇവിടെ അസൈൻ ചെയ്യും, എസ് ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിന് വേരിയബിൾ ആണ്. അപ്പൊ അതിലേക്ക് ആ ഐറ്റം ഇൻസെർട്ട് ആവും. അപ്പോൾ ഒരു വാല്യൂ ഓൾറെഡി 3 വാല്യൂസ് ഉണ്ടെങ്കിൽ 4th വാല്യൂ അതിലേക്ക് ഇൻസെർട്ട് ആയി വന്നിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? സോ പുഷ് ഓപ്പറേഷൻ ഈ രൂപത്തിൽ നടക്കുക ആണ്. ഓവർഫ്ലോ ആയിരിക്കും ഒരു പക്ഷേ, കാരണം കംപ്ലീറ്റ് സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ ഓവർഫ്ലോ ഉണ്ടായിരിക്കും. അതിനാണ് ഈ ഒരു കേസ് ചെക്ക് ചെയ്ത് നോക്കിയത്. ഈ ഓവർഫ്ലോ സ്റ്റാക്ക് ഫുൾ അല്ലെങ്കിലോ വാല്യൂ ഇൻസെർട്ട് ചെയ്യാം, ആ ഇൻസെർട്ട് ചെയ്യുന്ന കോഡാണ് എഴുതിയിട്ടുള്ളത്. ദെൻ ഇനി കേസിൽ പോപ്പ് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഇൻഡ് പോപ്പ് യൂസ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ ഐറ്റം ഡിലീറ്റ് ചെയ്യാനുള്ള ഐറ്റം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ആ ടോപ്പ് is equal to -1. ഇൻ കേസ് എല്ലാ കേസിലും അല്ല, ടോപ്പ് -1 ആണെങ്കിൽ എന്തായിരിക്കും, അതിൽ വാല്യൂ ഒന്നുമില്ല, എം ടി ആയിരിക്കും സ്റ്റാക്ക്. അപ്പൊ ആ കേസിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാലോ, ഒരു വാല്യൂ ഇല്ല സ്റ്റാക്കിൽ, പിന്നെ ഡിലീറ്റ് ചെയ്യാം, ഇത് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇനി റിട്ടേൺ ചെയ്യണം. ഇവിടെ ജസ്റ്റ് ഒരു printf വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്.
പ്രിന്റ് എഫ് എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രിന്റ് എഫിൽ എന്ത് കൊടുക്കാം, സ്റ്റാക്ക് ഈസ് എംപ്റ്റി എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ പ്രിന്റ് എഫ് കൊടുത്തിട്ടുണ്ട്, അണ്ടർഫ്ലോ കൊടുത്തിട്ടുണ്ട് അല്ലെ. സ്റ്റാക്ക് അണ്ടർഫ്ലോ ആണ്, കാരണം അത് വാല്യൂ ഒന്നുമില്ല, എംപ്റ്റി കേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പ്രോബ്ലം ഉണ്ടാക്കും. ഓക്കെ, then item deleted is equal to s of top. s of top ലെ വാല്യൂ എന്താണോ അതാണ് item deleted എന്ന മെസ്സേജ് ആ ഒരു എലമെന്റിലായിട്ട് റീഡ് ചെയ്ത് വരിക. then top is equal to top minus 1. ടോപ്പ് 1 റെഡ്യൂസ് ചെയ്യണം അല്ലെ, ഏറ്റവും മുകളിൽ ഡാറ്റ ഒഴിവായി പോലെ. അപ്പൊ ടോപ്പ് is equal to top minus 1. then return item selected, deleted. ഏത് ഐറ്റം ആണ് ഡിലീറ്റ് ചെയ്ത് ലാസ്റ്റ് ടോപ്പിലുള്ള വാല്യൂ ഏതായിരുന്നു ആ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും ചെയ്യും. ഓക്കെ, ഇന്ന വാല്യൂ ഡിലീറ്റ് ആയി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ലാസ്റ്റ് കേസ് ആണ് ഡിസ്പ്ലേ. എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യാറുള്ള എലമെന്റ്സ്, ആ ഒരു എലമെന്റ്സിനെ സ്റ്റാക്കിലെ എലമെന്റ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കാം. ഇന്റ് ഐ, ഒരു വേരിയബിൾ ഐ ഇനീഷ്യലൈസ് ചെയ്തു. ഇഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു -1, -1 എന്ന് പറഞ്ഞാൽ അത് ടോപ്പ് ഇസ് ഈക്വൽ -1 എന്ന കേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് എംപ്റ്റി ആണ്. അപ്പൊ എംപ്റ്റി ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ട കണ്ടീഷൻ ആണ് ടോപ്പ് ഇസ് ഈക്വൽ ടു -1. അത് ഈസ് പ്രിന്റ് ഓഫ് ടോപ്പ് ഈസ് എംപ്റ്റി, സ്റ്റാക്ക് ഈസ് എംപ്റ്റി. അപ്പൊ സ്റ്റാക്കിലെ വാല്യൂ ഒന്നുമില്ല, പിന്നെ അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല. ഇൻ കേസ് അത് വാല്യൂ ഉണ്ടെങ്കിലോ ഫോർ ഐ is equal to 0, ഐ ലെസ് ദാൻ ടോപ്പ് ഐ പ്ലസ് പ്ലസ്. നോർമൽ ഒരു അറേ പ്രിന്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ പ്രിന്റ് ഓഫ് പെർസെന്റേജ് എസ് ഓഫ് ഐ. ഓക്കെ, അപ്പൊ 3 ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് മുകളിൽ വാല്യൂ മാക്സിമം വാല്യൂ 4 ആ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമുക്കൊന്ന് മാറ്റി ഒന്ന് 5 ആക്കി കൊടുക്കാം. എസ് ഓഫ് 5 വാല്യൂസ് വരെ മാക്സിമം നമുക്ക് എൻ്റർ ചെയ്യാം ആ രൂപത്തിൽ. ഓക്കെ, സോ 5 എൻ്റർ ചെയ്യാം. മാക്സ് ഇസ് ഈക്വൽ ടു 5 കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. 1 4 പുഷ് അല്ലെ, പുഷ് ചെയ്യാനുള്ള വാല്യൂ 6 8 7, നെക്സ്റ്റ് വാല്യൂ 15, നെക്സ്റ്റ് വാല്യൂ 25, നെക്സ്റ്റ് വാല്യൂ 38. ഓക്കെ, സോ ഓൾറെഡി വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം വാല്യൂസ് ഏതൊക്കെയാണുള്ളത്. അത് 3 കൊടുത്താൽ ഡിസ്പ്ലേ ആവും. ഓക്കെ, 6 7 15 25 38 അല്ലെ, മാക്സിമം 5 വാല്യൂസേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് വരില്ല. ഓക്കെ, 1 ഞാനൊരു വാല്യൂ പ്രിന്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ, അവിടെ ഒന്നെന്താ ഓവർഫ്ലോ മെസ്സേജ് വന്നു, ഇനി വാല്യൂ എൻ്റർ ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് നമുക്കൊന്ന് പോപ്പ് ചെയ്ത് നോക്കാം അല്ലെ. 2 വേർഡ്സ് കഴിഞ്ഞാൽ നമുക്ക് പോപ്പ് ചെയ്യാം. ലാസ്റ്റ് എലിമെന്റ് ഓട്ടോമാറ്റിക് പോപ്പ് ആയി. കണ്ടോ, ഐറ്റം ഡിലീറ്റഡ് 38. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം 38 ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെന്ന് അറിയാലോ. കണ്ടോ, 6 7 15 25 ഈ വാല്യൂ ഉള്ളൂ. 38 ഉണ്ടായിരുന്ന മുമ്പ്. കണ്ടോ, മുകളിൽ നോക്കിയേ, ഏറ്റവും മുകളിൽ 38 കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ വാല്യൂ ഇവിടെ ഡിലീറ്റ് ആയി പോയി. 25 വരെ ഉള്ളൂ. വേണമെങ്കിൽ ഇനി ഇൻസെർട്ട് ചെയ്യാം, ഒരു 40 എന്ന വാല്യൂ ഇൻസെർട്ട് ചെയ്യാം. 1 ഇൻസെർട്ട് ചെയ്ത് 40 കൊടുത്തു. 40 ഇൻസെർട്ട് ആയി. നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. അത് 3 ഡിസ്പ്ലേ ചെയ്തു. കേട്ടോ, 40 ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്ത് എന്താ പോവാ, 40 പോവും. ഞാനൊരു ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാം, 2 ഡിലീറ്റ് കൊടുക്കാം. അത് 2 40 ഡിലീറ്റ് ആയി, ഒരു 2 കൂടെ കൊടുത്തു. അപ്പൊ വീണ്ടും ഡിലീറ്റ് ആയി. അപ്പൊ ഇത് ഡിലീറ്റ് ആയി 25 ഡിലീറ്റ് ആയി പോയിണ്ടാവും അല്ലെ. നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. കേട്ടോ, 6 7 15 ഉള്ളൂ. ഓക്കെ, സോ എക്സിറ്റ് ചെയ്യാം. 4 കൊടുത്താൽ എക്സിറ്റ് ആവും. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.